അവഗണന, നീതി നിഷേധം, അനാസ്ഥ എന്നിവയ്ക്കെതിരെ ജനപക്ഷത്തു നിന്നുള്ള ജനകീയ പരിപാടി പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഇന്നലെ ഇതേ സമയം പൊതുജനം കഴുതയല്ല സാർ അവതരണത്തിനിടെയാണ് കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്ത വാർത്തയെത്തിയത്. വൻ തീപിടുത്തമാണ് ഉണ്ടായത്. അഗ്നിരക്ഷാസേന മണിക്കൂറുകൾ നീണ്ട അശ്രാന്ത പരിശ്രമം നടത്തിയാണ് തീ കെടുത്തിയത്. ഈ സാഹചര്യത്തിൽ ഇന്ന് കോഴിക്കോട്ടെ തീപിടുത്ത വിഷയത്തിലേക്ക് പോകാം. കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ 21 വർഷത്തിനിടെയുണ്ടായത് 42 വൻ തീപിടുത്തങ്ങളാണ്. 9 ജീവനുകൾ പൊലിഞ്ഞിട്ടും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടും ഇന്നും വീഴ്ചകളിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് അധികൃതർ. കരിപ്പൂർ എയർപോർട്ടിലെ പോലെ ആധുനിക രീതിയിലുള്ള ഫയർ എഞ്ചിൻ സംവിധാനം വേണമെന്ന വ്യാപാരികളുടെ ആവശ്യം കേട്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാരും മറ്റു സംവിധാനങ്ങളും. കാണാം കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നഗരം കത്തുമ്പോൾ വീണ വായിക്കുന്നവർ. അനുദിനം വളരുന്ന കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ 21 വർഷത്തിനിടെ 46 വലിയ തീപിടുത്തങ്ങളാണ് ഉണ്ടായത്. ഈ തീപിടുത്തങ്ങളൊക്കെ അണച്ചതും മണിക്കൂറുകൾ ഇടപെട്ടാണ്. മാർച്ച് 19 മാവൂർ ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ ചൂലൂരിലെ തടി ഡിപ്പോ പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. 2007 ഏപ്രിൽ 5 മിഠായി തെരുവിനോട് ചേർന്ന MB റോഡിൽ പടക്കക്കടയിലെ സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തം. 3 കുട്ടികളടക്കം 6 പേർ സംഭവസ്ഥലത്തും 2 പേർ പിന്നീട് മരിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. 2008 ഒക്ടോബർ 20 പാളയം ജംഗ്ഷൻ സമീപം കല്ലായി റോഡ് വൈറ്റ് ലൈൻ ഹോട്ടലിന് മുൻപിലെ കടനിരകൾക്ക് ദുരൂഹ സാഹചര്യത്തിൽ തീപിടിച്ചു. 10 കടകൾക്ക് ഭാഗിക നാശം. 2010 ഒക്ടോബർ 1 മിഠായി തെരുവിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ ഒരു തുണിക്കട മുഴുവൻ കത്തിനശിച്ചു. 12 ലക്ഷം രൂപയുടെ നഷ്ടം. 2010 ഡിസംബർ 9 മിഠായി തെരുവിൽ പുലർച്ചെ തീപിടുത്തത്തിൽ 8 കടമുറകൾ കത്തിനശിച്ചു. ആളപായമില്ല. 30 ലക്ഷം രൂപയുടെ നഷ്ടം. 2012 ജനുവരി 6 സെൻട്രൽ മാർക്കറ്റിന് സമീപം രാത്രി തീപിടുത്തം. അരമണിക്കൂറിനകം തീയണച്ചതിനാൽ വൻ അപകടം ഒഴിവായി. 2012 മാർച്ച് 10 നഗരമധ്യത്തിൽ പാളയം ജംഗ്ഷനിൽ രാവിലെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 2 കടകൾ കത്തിനശിച്ചു. 2012 ഓഗസ്റ്റ് 7 രണ്ടാം ഗേറ്റിന് സമീപം തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചത് 9 കടകൾ. 2.5 കോടിയിലേറെ രൂപയുടെ നഷ്ടം. 2012 മെയ് 8 കോഴിക്കോട് വലിയങ്ങാടി ഗൺ സ്ട്രീറ്റിൽ വൻ തീപിടുത്തത്തിൽ കാലിച്ചാക്ക് ഗോഡൌൺ അടക്കം 3 വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും 10 കടകൾ ഭാഗികമായും കത്തിനശിച്ചു. 2025 മെയ് 25 കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ UPS റൂമിൽ പൊട്ടിത്തെറി. കനത്ത പുക കെട്ടിടത്തിന്റെ 4 നിലകളിലേക്ക് പടർന്നു. 2025 മെയ് 5 മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തം. PMCY കെട്ടിടത്തിലെ 6ാം നിലയിലെ തിയേറ്റർ കോംപ്ലക്സിലാണ് പുകയും തീയും ഉണ്ടായത്. 2025 മെയ് 18 കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ വൻ തീപിടുത്തം. 75 കോടിയുടെ നഷ്ടമെന്ന് വ്യാപാരികൾ. 9 കടകൾ പൂർണ്ണമായും കത്തി. 2025 നവംബർ 29 ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം. 9ാം നിലയിലെ എയർ കണ്ടീഷൻ ചില്ലർ പ്ലാന്റിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം ഉണ്ടായില്ല. 2026 ജനുവരി 1 താമരശ്ശേരി എലക്കോരയിൽ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. 75 ലക്ഷം രൂപയുടെ നാശനഷ്ടം. MRI എക്കോ സൊല്യൂഷൻ പ്രൈവറ്റ് കമ്പനി പ്ലാന്റിലാണ് തീ പടർന്നത്. 2026 ജനുവരി 19 നഗരപരിധിയിൽ പന്നിയങ്കരയിൽ നിന്നും ചക്കുംകടവിലേക്കുള്ള മേൽപ്പാലത്തിന് താഴെ 3 കെട്ടിടത്തിന് തീപിടുത്തമുണ്ടായി. തീപിടുത്തമുണ്ടായാൽ അത്യാധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ വേണമെന്ന വ്യാപാരികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല. 2005 9 ആളുകളുടെ മരണത്തിനിടയാക്കിയ മിഠായി തെരുവിലുണ്ടായ പടക്കക്കടയിലുണ്ടായ തീപിടുത്തം. ആ തീപിടുത്തത്തിൽ കോഴിക്കോട് നഗരത്തെ രക്ഷിച്ചത് കരിപ്പൂരിലുള്ള ആധുനിക സംവിധാനത്തിലുള്ള ഫയർ എഞ്ചിനായ പാന്തറാണ്. അന്ന് നമ്മളത് മനസ്സിലാക്കിയപ്പം അന്ന് മുതലേ സർക്കാരിൻ്റെ മുമ്പിൽ ഏകോപന സമിതിയുടെ ഒരു ആവശ്യമാണ് അത്തരത്തിലുള്ള ആധുനിക സംവിധാനത്തോടുകൂടിയ ഒരു
ഫയർ യൂണിറ്റ് നമ്മുടെ ബീച്ചിലുള്ള ഫയർ സ്റ്റേഷനിൽ വേണം എന്നുള്ളത്. 5 അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഉണ്ടായിരുന്ന ബീച്ചിലെ ഫയർ സ്റ്റേഷൻ പൊളിച്ചടുക്കി 2 യൂണിറ്റുകളാക്കി ചുരുക്കിയതാണ് കഴിഞ്ഞ 2 വർഷത്തിനിടെ അധികൃതർ ചെയ്തത്. തിരക്കേറിയ മിഠായിത്തെരുവിൽ 6 തവണയാണ് ഈ കാലയളവിൽ തീപിടുത്തമുണ്ടായത്. മെഡിക്കൽ കോളേജിൽ 4 വട്ടവും തീ പടർന്നപ്പോൾ പാളയത്തും വലിയങ്ങാടിയിലും കളക്ടറേറ്റിലും കോർപ്പറേഷൻ മേഖലാ ഓഫീസിലെല്ലാം തീപിടിച്ചു. പലതിനും കാരണം ഒന്ന് തന്നെ, ഷോർട്ട് സർക്യൂട്ട്. ഓരോ തീപിടുത്തത്തിനും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വ്യാപാരി വ്യവസായികൾക്ക് ഉണ്ടാകുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് തന്നെയാണ് വ്യാപാരികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. രവികുമാർ PV പറയുന്നു, കോഴിക്കോട് നഗരത്തിൽ മാത്രം എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തീപിടുത്തം സംഭവിക്കുന്നു? മിക്ക കാരണവും ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ആണ് എന്ന്. മോഹനൻ പിലാത്തറ പറയുന്നുണ്ട്, അപകടങ്ങൾ വന്നതിന് ശേഷം ജനപ്രതിനിധികൾ സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നതല്ലാതെ ശാശ്വത പരിഹാരം കാണാൻ കോഴിക്കോട് പറ്റുന്നില്ല എന്ന കാര്യം. ഈ നിലയിൽ നിരവധി പ്രതികരണങ്ങളാണ് 24-ന്റെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടെ തീപിടുത്തത്തിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തെ തീപിടുത്തത്തിലേക്കാണ് ഇനി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഇന്നു മുതൽ സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളുടെയും പ്രവർത്തന സമയം കൂട്ടിയത് വലിയ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നു. പ്രവർത്തന സമയം 2 മണിക്കൂർ കൂട്ടിയതിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷവും ക്രൈസ്തവ സഭകളും വിമർശനവുമായെത്തി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാർ ഉടമകളിൽ നിന്നുള്ള പണപ്പിരിവാണ് മദ്യനയ ഭേദഗതിയുടെ ലക്ഷ്യമെന്നാണ് ആരോപണം. ബാർ സമയമാറ്റം പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്നാണ് എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ തിരിച്ചടി. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള തീരുമാനം ആസൂത്രിതമെന്നാണ് വേഗത്തിലുള്ള ഫയൽ നീക്കം വ്യക്തമാക്കുന്നത്. കാണാം, ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുണേ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഫിറ്റാണോ തീരുമാനം? ഇതുവരെ രാവിലെ 11 മുതൽ രാത്രി 11 വരെയായിരുന്നു ബാറുകളുടെ പ്രവർത്തന സമയം. ഇനി മുതൽ രാവിലെ 10 മണിക്ക് തുറന്ന് രാത്രി 12-ന് അടച്ചാൽ മതി. ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടി. 5 സ്റ്റാർ ബാറുകൾക്ക് വാർഷിക ഫീസായി 5 ലക്ഷം രൂപ അധികം അടച്ചാൽ പുലർച്ചെ 3-ന് അടച്ചാൽ മതി. ഇതിനെതിരെയാണ് ക്രൈസ്തവ സഭകളുടെ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാർ ഉടമകളുടെ ദീർഘകാല ആവശ്യം സർക്കാർ അംഗീകരിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. ബാർ മുതലാളിമാർക്കൊപ്പമാണ് സർക്കാരെന്ന് ഓർത്തഡോക്സ് സഭ. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് 2016 അധികാരത്തിലേറുമ്പോൾ മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ട് വരും എന്ന് നമുക്കറിയാം. പല പരസ്യങ്ങളും നൽകി, സിനിമാ നടിമാരെയൊക്കെ ഉപയോഗിച്ച് പരസ്യങ്ങൾ നൽകി അധികാരത്തിൽ കയറി 2026 ആയപ്പോഴത്തേക്ക് 24 അവേഴ്സ് എല്ലായിടത്തും മദ്യം ലഭ്യമാക്കുക എന്ന് പറയുന്നത്, അതിനകത്ത് രാഷ്ട്രീയമല്ല ഈ പറയുന്നത്, കേരളത്തിൻ്റെ ഒരു തലമുറയെ പറ്റിയുള്ള ആശങ്കയാണ് പറയുന്നത്. മിന്നൽ വേഗത്തിലുള്ള നയം മാറ്റം തെരഞ്ഞെടുപ്പ് ഡീലെന്ന സംശയമാണ് KCBC ഉയർത്തുന്നത്. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു. മനുഷ്യനെ ദരിദ്രമാക്കുന്ന ചുറ്റുപാടുകൾ സർക്കാർ കൂടുതൽ വിശാലമാക്കി കൊടുക്കുന്നു. അത് തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു കാര്യമാണ്. മദ്യവർജനത്തിന് വേണ്ടിയിട്ട് സർക്കാരുകൾ നിലനിൽക്കണം. ബാർ സമയമാറ്റത്തിൽ ഭരണ പ്രതിപക്ഷ പോരും ശക്തം. തിരഞ്ഞെടുപ്പ് സമയത്തെ തീരുമാനം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ വിമർശനം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000-ത്തിലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. എല്ലായിടത്തും റീറ്റെയിൽ ഔട്ട്ഷോപ്പാണ്. മദ്യത്തിൻ്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ്, ശക്തമായ നിലപാടാണ്. ബാർ സമയമാറ്റം പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ തിരിച്ചടി. പ്രതിപക്ഷത്തിന് ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. മന്ത്രിയുടെ ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇത് ബ്രൂവറിയിൽ എന്താ ചെയ്തത്? ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഫയൽ നീക്ക വിവരങ്ങൾ 24-ന് ലഭിച്ചു. സമയം കൂട്ടാനുള്ള ഉടമകളുടെ ആവശ്യത്തോട് വളരെ വേഗമാണ് സർക്കാർ പ്രതികരിച്ചത്. സെപ്റ്റംബറിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷനാണ് ആവശ്യമുന്നയിച്ചത്. ഒക്ടോബറിൽ ഫയൽ തുറക്കുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 28-ന് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തി അംഗീകാരം നൽകുന്നു. അങ്ങനെ ചട്ടഭേദഗതി അതിവേഗം പ്രാബല്യത്തിലാവുകയായിരുന്നു. അടുത്ത മദ്യനയം ഇറക്കേണ്ടത് പുതിയ സർക്കാരാണെന്നിരിക്കെയാണ് നയത്തിന് മുന്നേ ബാറുകൾക്ക് സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഫയൽ നീക്കം വേഗത്തിലല്ല എന്നാണ് മന്ത്രിയുടെ വാദം. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്.
പൊതുജനത്തിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. 11 മണി ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ 12 മണി ആക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ കൂട്ടിയിട്ടുണ്ട്. അത് ആൾക്കാർ ഉപയോഗിക്കുന്നവർ ആ സമയത്ത് വന്ന് ഉപയോഗിക്കും, അല്ലാത്തവർ നേരത്തെ വാങ്ങിയിട്ട് പോകുന്നവർ വാങ്ങിയിട്ട് പോകും. ഇത് നല്ല കാര്യങ്ങളല്ലേ. നമ്മൾ രാത്രി കുറച്ച് മനസ്സൊക്കെ റിലാക്സ് ആക്കാനോ കുറച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ലൊരു ടൈമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഓരോരുത്തർ ഓരോ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് വരുന്ന ഓരോരോ സമയമാണ്. 10 മണി 8 മണി. നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മദ്യപിക്കാത്ത ഒരാളാണ്. എന്തായാലും കൂടിയിട്ട് ഞാൻ രാത്രി വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് മദ്യപിച്ച് വണ്ടിയിൽ ഒരുപാട് യാത്രക്കാർ പോകുന്ന ഞാൻ കാണുന്നുണ്ട്. അത് കുറച്ചും കൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ അതിനും വലിയ ബുദ്ധിമുട്ടാണ്. സർക്കാർ അങ്ങനെ പലതും പറയും. സർക്കാരിന് അവരുടെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ. ഈ മക്കളെ ചെറുപ്പക്കാരുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ലല്ലോ. ചെറുപ്പക്കാർ നേരം വൈകുന്നതിനനുസരിച്ച് വഷളായി പോവുകയാണ്. പഴയ സമയം മതിയല്ലോ. എന്തിനാ അതിൻ്റെ ആവശ്യം? എന്താ ആവശ്യം? നമുക്കില്ലല്ലോ. അത് മോശമാണ്. 12 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാക്കണല്ലേ. മറ്റേ 11 മണിക്ക് പോയിട്ട് 12 മണിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റും. ഇത് 12 എന്ന് പറയുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആകും. പിന്നെ ഇതത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മോശം തന്നെയാണ്. പാതിരാത്രി ആകുമ്പോൾ ആളുകൾ കുടിച്ച് പാതിരാത്രിക്കല്ലേ വീട്ടിൽ ചെല്ലുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുടുംബമായിട്ടിരിക്കുകയാണ്. ഇപ്പം ബാറ് മാത്രമല്ല പ്രശ്നം, ഇവിടെ മറ്റു സാധനങ്ങളും പ്രശ്നമുണ്ട്. അത് ഏത് നേരത്തും കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഇതിനെന്താ പ്രശ്നം? പക്ഷെ ഇതും 12 മണിക്ക് ശേഷം വരുന്നതിനോട് ഞാൻ ഇതൊന്നും ആക്കണില്ല. അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണത് നല്ലതാണ്. എനിക്കതിൽ ഇതില്ല, യോജിപ്പില്ല. എന്തോ അവർ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സർക്കാർ കഴിയാൻ പോകുന്നത്. ബാറും കൂടി അതിൻ്റെ സമയം കൂടി നീട്ടി കൊടുത്താലേ ചില പിള്ളേരൊക്കെ അതിൽ പോയി വെള്ളമടിച്ച് പിന്നെ ബുദ്ധിമുട്ടാവും. പിന്നെ കുറച്ച് അധികം സമയം അവർക്ക് കൊടുക്കൂലേ. അതുകൊണ്ടാണ് അത് മോശമായ കാര്യം ഞാൻ പറയുന്നത്. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നത്. ജോസിൻ ജോസഫ് പറയുന്നു, പാവപ്പെട്ടവന്റെ ഫയൽ ആമയെപ്പോലെ, ബാർ സമയം മിന്നൽ പോലെ. റോബിൻ സാറ പറയുന്നു, പൗരപ്രമുഖരായ ബാർ മുതലാളിമാരുടെ ആവശ്യം നടപ്പാക്കിയ സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്ന്. ഈ നിലയിൽ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. നമുക്ക് മറ്റൊരു വിശേഷത്തിലേക്ക് പോകാം. ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ച ബൈക്ക് യാത്രികനെ പ്രഭാവതിയമ്മ ഏറലാക്കിയിട്ട് അധിക ദിവസമായിട്ടില്ല. ഫുട്പാത്തിലൂടെ വണ്ടി ഓടിക്കുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് അന്ന് ഏവരും ചർച്ച ചെയ്തു. കോഴിക്കോട്ടൊരു പ്രഭാവതിയമ്മയുണ്ടെങ്കിൽ കൊച്ചിക്ക് അങ്ങനെ ഒരാളില്ലാത്തതിൻ്റെ പ്രശ്നം ചില്ലറയല്ല. നഗരത്തിലെ നടപ്പാതകളിൽ വാഹനങ്ങളുടെ ഓട്ടം പുതുമയേയല്ല. കാണാം കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വേണം കൊച്ചിക്കൊരു പ്രഭാവതിയമ്മ. കോഴിക്കോട് ഫുട്പാത്തിൽ ഓടിച്ച വണ്ടി തടഞ്ഞ പ്രഭാവതി അമ്മയ്ക്ക് കയ്യടിക്ക് ശേഷം ഇപ്പോൾ വലിയ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ. പക്ഷേ കേരളത്തിൽ എവിടെയെങ്കിലും ഈ നിയമലംഘനത്തിന് അറുതിയുണ്ടോ? ഒരു രാത്രി പ്രഭാവതി അമ്മയ്ക്ക് കയ്യടിച്ച അതേ മലയാളി പിറ്റേ ദിവസം രാവിലെ മുതൽ വീണ്ടും ഫുട്പാത്തുകളിൽ വണ്ടി ഓടിച്ചു തുടങ്ങി. പ്രായമാർക്ക് ഇതിൽ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ബാക്കിൽ നിന്ന് വണ്ടി വന്നല്ല പെട്ടെന്ന് അവർ വെട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മേട്ട് മുട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ മെട്രോ വഴിക്ക് നടക്കണോടത്ത്. അല്ലാത്തത് എനിക്ക് പ്രോബ്ലം ഇല്ല. ഇവിടെ എപ്പോഴും ഉണ്ട്. ഇതിൽ ഇപ്പം നോക്കി കാണാൻ ബൈക്കിൽ പറഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. നമ്മൾ വൈകിയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ആളുകളൊക്കെ സ്കൂട്ടറാരാണ്, സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്കുകാരാണ്, അവരാണ് മെയിനും. അവരിങ്ങനെ ഇതിൻ്റെ മേളിൽ കൂടെ ഓടിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ നമ്മളെ കാണില്ല, നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. അവർ വെട്ടിച്ചേറ്റുമ്പോൾ ഇങ്ങോട്ട് ചാടും. ഇവിടെ ആണെങ്കിൽ മര്യാദക്ക് നടക്കാൻ പോലും പറ്റൂല. മെട്രോ നടക്കണോണ്ടാണ്. പക്ഷെ ഇവിടെ റെയിലിംഗിൽ വെക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറ്റും. കാരണം എനിക്കും പല പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഇവരിങ്ങനെ കയറ്റിക്കൊണ്ട് നടക്കാൻ പറ്റൂല. രൂക്ഷമായ ഗതാഗത കുരുക്കാണ് കൊച്ചി നഗരത്തിലുള്ളത്. പലയിടത്തും പാർക്കിംഗ് സൗകര്യങ്ങളുമില്ല. ഇതൊരു ന്യായമായി കണ്ടുകൂടിയാണ് ആളുകൾ ഓഫീസ് സമയങ്ങളിലെ തിരക്കൊഴിവാക്കാൻ ഈ ഫുട്പാത്തുകളിലൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്. കൊച്ചിയിലെ പതിവ് കാഴ്ചയാണിത്. ചെറുപ്പാഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇടിപ്പിച്ച് പോകാന്നറിയില്ലല്ലോ. അതുകൊണ്ടല്ല പേടി. ഇതുപോലെയല്ലേ വണ്ടികൾ പോണത്.
നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്രയും റോഡൊക്കെ ഉള്ളേ, അപ്പോൾ റോഡിൽ കൂടെ തന്നെ ഓടിക്കാൻ നോക്കുക. പിന്നെ ഇവിടുത്തെ ട്രാഫിക് പോലീസ് കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ മാറി വരുന്നതാണ്. പ്രഭാവതി അമ്മയെ കല്ലെറിയാൻ വരട്ടെ, അമ്മ ഉന്നയിച്ച വിഷയം എത്രത്തോളം ഗൗരവതരമാണ് എന്നുള്ളതാണ് കാണേണ്ടത്. പലയിടത്തും ട്രാഫിക് പോലീസുകാരുടെ മൂക്കിന് തുമ്പത്താണ് ഈ നിയമലംഘനങ്ങൾ നടക്കുന്നത്. ഇത് എത്ര നാൾ തുടരും? അതീഷ് എംഡിക്കൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇനിയൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. കേരളത്തിൽ വനം വകുപ്പ് സൂക്ഷിച്ചിട്ടുള്ള ആനക്കൊമ്പുകൾ കത്തിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര വനം വന്യജീവി വകുപ്പ്. ഒന്നും രണ്ടുമല്ല, 250 കോടി രൂപയിലധികം വിലയുള്ള ആനക്കൊമ്പുകളാണ് നമ്മുടെ വനം വകുപ്പിന്റെ കൈവശമുള്ളത്. എന്നാൽ അതങ്ങനെ കത്തിച്ചു കളയാൻ പറ്റില്ലെന്നാണ് കേരളത്തിന്റെ നിലപാട്. അതിന് ചില നിയമപ്രശ്നങ്ങളുമുണ്ട്. എന്തായാലും 2023 വനം വന്യജീവി സംരക്ഷണ നിയമം കർശനമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആനക്കൊമ്പും 1000 ചോദ്യവും. വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുന്നതിന് ആർക്കും തന്നെ അവകാശമില്ല, അനുമതിയുമില്ല. പിന്നെ എന്തുകൊണ്ട് ആനക്കൊമ്പുകൾ ഇങ്ങനെ സൂക്ഷിക്കുന്നു? കത്തിച്ചു കളയേണ്ടതല്ലേ എന്നാണ് കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയം ചോദിക്കുന്നത്. പക്ഷേ കേരള സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. 260 കോടി വിപണി മൂല്യമുള്ള 13 ടൺ ആനക്കൊമ്പുകൾ കേരളത്തിൽ വനം വകുപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. 2023 വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ആനക്കൊമ്പുകൾ മുഴുവൻ കത്തിച്ചു കളയണമെന്ന് കേന്ദ്ര വനം വന്യജീവി വകുപ്പ് കേരള വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വനം വകുപ്പ് ആസ്ഥാനത്തും റേഞ്ച് ഓഫീസുകളിലും ജില്ലാ ട്രഷറികളിലും സ്ട്രോങ് റൂമുകളിലായാണ് ഇത്രയും ആനക്കൊമ്പുകൾ സൂക്ഷിച്ചിട്ടുള്ളത്. ആനക്കൊമ്പുകൾ കത്തിക്കുന്ന കാര്യത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് റിപ്പോർട്ട് തേടിയതായാണ് വനം മന്ത്രിയുടെ വിശദീകരണം. നിലവിലുള്ള നിയമമനുസരിച്ച് ആനക്കൊമ്പ് പോലുള്ള വന്യജീവികളുമായി ബന്ധപ്പെട്ട അവയവ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ അവ പ്രത്യേക നിലവറി സൂക്ഷിക്കുന്ന സംവിധാനമാണ് കഴിഞ്ഞ എത്രയോ വർഷമായി നിലവിലുള്ളത്. നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ കത്തിച്ചു കളയാനാണ് നിയമം. വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യജീവികളുടെ ശരീരാവശിഷ്ടങ്ങളോ രോമമോ നഖമോ സൂക്ഷിക്കാനോ പ്രദർശിപ്പിക്കാനോ അനുമതിയില്ല. ഈ സാഹചര്യത്തിൽ കേന്ദ്ര നിർദ്ദേശത്തിന് വിരുദ്ധമായൊന്നും ചെയ്യാൻ കേരള വനം വകുപ്പിന് കഴിയുകയുമില്ല. കത്തിക്കുന്ന ആനക്കൊമ്പുകളുടെ ചാരം ഔഷധ ഗുണമുള്ളതാണെന്ന് വിദഗ്ധോപദേശം ലഭിച്ചതായി മന്ത്രി പറഞ്ഞു. ആനക്കൊമ്പ് കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചാരം അതിപ്പോൾ വെറുതെ കളയുകയാണ്. എന്നാൽ ആ ചാരത്തിന് ഔഷധ മൂല്യമുണ്ട്. ആ ഔഷധ മൂല്യമുള്ള ചാരം ഒരു നടപടിക്രമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി വിൽക്കാൻ തയ്യാറായാൽ അവരത് വാങ്ങാൻ തയ്യാറാണെന്നും അതിന് അനുവാദം കിട്ടണമെന്നുമാണ് അവരാവശ്യപ്പെട്ടത്. കേരളത്തിൽ ആനക്കൊമ്പുകൾ കത്തിക്കാറില്ല. മാൻ, കാട്ടുപോത്ത് എന്നിവയുടെ കൊമ്പുകൾ മാത്രമാണ് കത്തിക്കാറുള്ളത്. കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് ആനക്കൊമ്പുകൾക്ക് മുമ്പ് കർണാടക തീയിട്ടിരുന്നു. പ്രതിവർഷം കേരളത്തിൽ 60ഓളം ആനകൾ ചെരിയുന്നുണ്ട്. അധികവും കാട്ടാനകളാണ് താനും. സർക്കാർ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തെ പാങ്ങോട് സൈനിക ക്യാമ്പിന് വനം വകുപ്പ് കൈമാറിയ ആനക്കൊമ്പുകളാണ് കാണാതായത്. 1991 വയനാട് കളക്ടറുടെ ചേംബറിൽ ആനക്കൊമ്പുകൾ സ്ഥാപിക്കാൻ ഉടമസ്ഥതാവകാശം നൽകിയിരുന്നു. സ്വകാര്യ വ്യക്തികൾ കൈവശം വയ്ക്കുന്ന ആനക്കൊമ്പുകൾ പിടിച്ചെടുത്ത് കത്തിക്കാനാകുമോ എന്ന കാര്യത്തിലും വനം വകുപ്പ് ആശയക്കുഴപ്പത്തിലാണ്. പക്ഷേ തൊണ്ടി മുതലായി കോടതികളിൽ സൂക്ഷിക്കുന്ന ആനക്കൊമ്പുകൾ കേസുകൾ കഴിയുന്നതുവരെ കത്തിക്കാൻ നിയമപ്രശ്നങ്ങളുണ്ട്. പാങ്ങോട് സൈനിക ക്യാമ്പിന് സർക്കാർ നൽകിയ ആനക്കൊമ്പുകൾ എവിടെ പോയി? ഇങ്ങനെ വനം വകുപ്പ് സൂക്ഷിച്ച ആനക്കൊമ്പുകൾ എത്രയെണ്ണം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ടാവും? ഇതിനൊന്നും തന്നെ കൃത്യമായൊരു കണക്കുണ്ടോ? വനം വകുപ്പ് പറയുന്ന കണക്കുകൾ പൂർണ്ണമായും നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ആനക്കൊമ്പുകൾ കത്തിക്കണമെന്നുള്ള കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം വരുന്നത്. ഇത് അംഗീകരിക്കാൻ ഒരു കാരണവശാലും കേരളം തയ്യാറാവാത്ത കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറി ചിന്തിക്കാതെ തരമില്ല. എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അനൂപ് ബി അഞ്ചു പറയുന്നു, കേട്ടിട്ട് ഞെട്ടിയില്ല എന്ന്. 250 കോടി രൂപയുടെ ആനക്കൊമ്പ് കത്തിച്ച് കളയണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. അത് കേട്ടിട്ടും ഞെട്ടിയില്ലേ? മിനി ബാബു പറയുന്നുണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ അതും മോഷണം പോകും, ആരോട് ചോദിക്കാനെന്ന്. ഏതായാലും നമുക്ക് മറ്റൊരു വിശേഷത്തിലേക്ക് പോകാം. തട്ടിപ്പ് ഓൺലൈൻ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന നടൻ ജയസൂര്യ വല്ലാത്ത പൊല്ലാപ്പിലാണ് ചെന്നുപെട്ടത്.
2 തവണ ചോദ്യം ചെയ്തതിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയസൂര്യയുടെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ജയസൂര്യയിലേക്കും വന്നു ചേർന്നു എന്നുള്ള വിലയിരുത്തലാണ് ED നടത്തിയിരിക്കുന്നത്. പണം മാത്രം മുന്നിൽ കണ്ട് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്ത് കുടുങ്ങുന്ന ആദ്യത്തെ സെലിബ്രിറ്റി അല്ല ജയസൂര്യ. പക്ഷേ ഇപ്പോഴും പലരും പാഠം പഠിച്ചില്ലെന്ന് മാത്രം. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തട്ടിപ്പിന്റെ താരമോടി. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുവരെ തോൽക്കുമെന്ന മട്ടിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ. പ്രൊമോട്ട് ചെയ്യാൻ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന താരങ്ങൾ തന്നെ. അവസാനം എല്ലാം വെട്ടിപ്പാണെന്ന് മനസ്സിലാക്കി വലിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമ്പോഴാണ് ഈ സെലിബ്രിറ്റികളെല്ലാം വാ പൊളിക്കുന്നത്. ഓൺലൈൻ ലേല ആപ്പായിരുന്നു സേവ് ബോക്സ് ആപ്പ്. സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസികൾ വരെ ലാഭത്തിൽ ലഭിക്കും. ആപ്പിന്റെ ഭാഗമായാൽ ആനുകൂല്യങ്ങളുടെ പെരുമഴയായിരുന്നു വാഗ്ദാനം. വിലക്കുറവിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാം. അങ്ങനെ സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടൻ ജയസൂര്യ എത്തുന്നു. പക്ഷേ തൃശൂരിൽ ലാഭവിഹിതം കിട്ടിയില്ലെന്ന് കാണിച്ച് സേവ് ബോക്സ് ഉടമ സാറ്റിക് റഹീമിനെതിരെ ആദ്യ കേസ് വന്നു. പിന്നീട് തുരുതുരാ കേസുകൾ. നടന്നത് കോടികളുടെ വെട്ടിപ്പെന്ന് കണ്ടെത്തി. കള്ളപ്പണ ഇടപാടിന് ചുമത്തുന്ന ECIR രജിസ്റ്റർ ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. അപ്പോഴാണ് ആപ്പിലായ വിവരം ജയസൂര്യയും ഒരുപക്ഷെ അറിയുന്നത്. ബ്രാൻഡ് അംബാസിഡർക്ക് എത്ര തുക ലഭിച്ചു? തട്ടിപ്പിനെ കുറിച്ച് അറിയുമായിരുന്നോ? എത്രത്തോളം സാമ്പത്തിക ഇടപാടുകൾ തമ്മിലുണ്ട്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി 2 തവണ ജയസൂര്യയെ ED ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ തുക മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് മൊഴി. വിശദമായി പരിശോധിച്ച ED തട്ടിപ്പിലൂടെ സാത്വിക് നേടിയ പണത്തിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയുടെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. പ്രൊമോട്ടർമാരായി പ്രവർത്തിച്ച മറ്റു നടന്മാരിലേക്കും അന്വേഷണം നീളും. പണത്തിനു വേണ്ടി മാത്രം ഈ ഓൺലൈൻ ചൂതാട്ടക്കാരെ, വാതുവെപ്പുകാരെ, കുശാഗ്ര ബുദ്ധിയോടെ വരുന്ന ആപ്പ് രാക്ഷസന്മാരെ ഇങ്ങനെ വളർത്തുന്നത് എന്തിനാണ്? ഓൺലൈൻ ഗാംബ്ലിംഗും ബെറ്റിംഗും തഴച്ചു വളരുകയാണ് ഇന്ത്യയിൽ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, പെട്ടെന്ന് പണമുണ്ടാക്കാൻ കൊതിക്കുന്ന സാധാരണ മനുഷ്യരാണ് ഈ തട്ടിപ്പ് സംഘങ്ങളുടെ ലക്ഷ്യം. ഇത്തരം വിവിധ ബെറ്റിംഗ് ആപ്പുകൾ 22 കോടിയിലേറെ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് മാർക്കറ്റ് അനാലിസിസ് കമ്പനികളുടെ പഠന റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. ഇതിൽ 11 കോടിയോളം പേരും സ്ഥിരം ഉപഭോക്താക്കളാണ്. ഇതിലേക്ക് മനുഷ്യരെ ആകർഷിക്കുന്നതാകട്ടെ സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസേഴ്സും. വലിയ തട്ടിപ്പുകളിലൊന്നായി മാറിയ മഹാദേവ് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിൽ EDക്ക് മുൻപാകെ എത്തിയത് രൺബീർ കപൂർ, ശ്രദ്ധ കപൂർ, ഉമ ഖുറേഷി തുടങ്ങിയ താരങ്ങളാണ്. ഫെയർ പ്ലേ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിന്റെ പേരിൽ നടി തമന്നയെ സൈബർ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. നടൻ സാഹിൽ ഖാന് മഹാദേവ് ബെറ്റിംഗ് ആപ്പിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാണ് അറസ്റ്റ് തന്നെ ചെയ്തത്. തത്സമയ ഗെയിമുകളിലാണ് അനധികൃത വാതുവെപ്പ് കൂടുതലും നടക്കുന്നത്. ഇങ്ങനെയൊരു കേസുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് താരങ്ങളായ ശിഖർ ധവാനും സുരേഷ് റെയ്നയും EDക്ക് മുൻപാകെ എത്തിയിരുന്നു. കോടികളുടെ നികുതി വെട്ടിപ്പും ആളുകളുടെ ജീവിതവും വെച്ച് പന്താടുന്ന ആപ്പ് രാക്ഷസന്മാർക്ക് പിന്തുണ നൽകുന്നത് ഒന്നും ആലോചിക്കാതെ പ്രമോഷൻ ഇറങ്ങുന്ന ഇത്തരം താരങ്ങളാണ്. കേരളത്തിൽ ഓൺലൈൻ ഗാംബ്ലിംഗ് ഉൾപ്പെടെ പ്രോത്സാഹിപ്പിച്ചതിന് ജനപ്രിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ കേരള പോലീസ് പൂട്ടിച്ചിട്ട് അധികമായിട്ടില്ല. വയനാടൻ ബ്ലോഗർ എന്ന ഇൻസ്റ്റ ഉൾപ്പെടെ അക്കൗണ്ട് പൂട്ടി. ആപ്പുകളിൽ നിന്ന് പ്രമോഷന് വേണ്ടി വൻ തുക വാങ്ങുക, തങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായത് ഈ ആപ്പിലൂടെ ഗെയിം കളിച്ചിട്ടാണെന്ന് പ്രചരിപ്പിക്കുക, ഇങ്ങനെ സമൂഹത്തിൽ ചിലന്തി വല തീർക്കുക. ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായി അധികം ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റികളും പറയുന്ന മോഹന വാഗ്ദാനങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സ് മയങ്ങിപ്പോകാം. അറിഞ്ഞോ അറിയാതെയോ ഇവരെല്ലാം തന്നെ ഒരു വലിയ പാപത്തിന്റെ ഭാഗമാവുകയാണ്. കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം നിറവേറ്റുക, ഒരു കേസിനപ്പുറം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാറ്റിവെച്ച തുക കൂടിയാണ് അവർ ഈ ആപ്പിൽ നിക്ഷേപിക്കുന്നത്. അതിന്റെ കണ്ണീർ ചുറ്റിലും സമൂഹത്തിലുണ്ട്. വിപിൻ സി വിജയൻ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.